ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹ AD 52 നമ്മെ തേടി വന്നു. തൊട്ടറിഞ്ഞ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് അവൻ ഇവിടെ വിശ്വാസത്തിന്റെ വിത്തുകൾ പാകി. കണ്ടും തൊട്ടും വിശ്വസിച്ചവന് അവനു വേണ്ടി മരിക്കാതിരിക്കാൻ ആവില്ലായിരുന്നു, മരണത്തിലും തോൽപ്പിക്കാനാവില്ല എന്ന് തെളിയിച്ച ധീരനായ ക്രിസ്തുശിഷ്യന്റെ തിരുനാൾ നാം ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്. തോമസ്, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഞങ്ങൾ ഉദ്ധിതനായ കർത്താവിനെ കണ്ടു. അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലുകൾ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്നു തന്റെ കർത്താവിനു വേണ്ടി 8 ദിനങ്ങൾ. തോമസ്, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അമർത്യമായ വചനം നിൻമൊഴിയിൽ അനുസ്യൂതമൊഴുകിയെന്നെന്നും. മലമേലുയർന്ന പ്രകാശഗോപുരം പോൽ മൊഴികളിൽ വഴിയൊരുക്കി പ്രാണനാഥനായി. മലമേലുയർന്ന പ്രകാശഗോപുരം പോൽ മൊഴികളിൽ വഴിയൊരുക്കി പ്രാണനാഥനായി. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു.
മാർത്തോമാ നീ തെളിച്ച മാർഗത്തേരായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. അവൻ എവിടെ? ആ ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന് പറയുന്ന തോമ എവിടെ? അവനെ കൊല്ലണം, അവനെ കൊല്ലണം. വിശുദ്ധ തോമാസ് ലീഹായ്ക്ക് വിശ്വാസം കേട്ടുകേൾവിയുടെ കെട്ടുകഥയല്ല, മറിച്ച് തൊട്ടറിഞ്ഞ സത്യമാണ്. യേശുവിനെ കണ്ടും തൊട്ടും വിശ്വസിച്ചവന് പിന്നീട് അവനു വേണ്ടി മരിക്കാതിരിക്കാനാവില്ല. യേശുവിൻ്റെ ശിഷ്യൻ നീ ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. യേശുവിൻ്റെ ശിഷ്യൻ നീ ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്.